ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സീക്ക് സ്പോർട്സ്. പുതിയ ഒരു അപ്ഡേറ്റുമായി വന്നിരിക്കുകയാണ്. ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിന് പകരം ഇന്ത്യൻ ടീമിലേക്ക് തനുഷ് കൊട്ടിയൻ എന്ന മുംബൈക്കാരൻ സ്ഥാനം പിടിച്ചു. ഇത്തരത്തിലുള്ള ചെറിയ വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇന്ത്യൻ സ്റ്റാർ സ്പിന്നർ അശ്വിൻ അരങ്ങൊഴിഞ്ഞു. പകരം ആരെന്ന ചോദ്യവും ആരാധക മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി നിൽക്കുകയായിരുന്നു. ബോൾ കൊണ്ട് തിളങ്ങിയാലും 6 ടെസ്റ്റ് സെഞ്ചുറികളുള്ള അശ്വിനെ പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബാറ്റ് കൊണ്ടും ടീമിന് രക്ഷകനാകാൻ കഴിയുന്ന ഒരു താരത്തെ കണ്ടെത്തുക അത്ര എളുപ്പമായിരുന്നില്ല. ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുന്ന ആ ഒരു ചോദ്യത്തിന് ഒരു മുംബൈക്കാരനിലൂടെ ഉത്തരം നൽകിയിരിക്കുകയാണ് BCCI. തനുഷ് കൊട്ടിയൻ എന്ന 26-കാരൻ. ആരാണ് ഈ തനുഷ് കൊട്ടിയൻ? പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മുംബൈയുടെ വജ്രായുധവും രക്ഷകനുമെല്ലാമാണ് കഴിഞ്ഞ 2 വർഷങ്ങളായി തനുഷ് കൊട്ടിയൻ. കഴിഞ്ഞ സീസണിൽ രഞ്ജി ട്രോഫിയിൽ മുംബൈ ചാമ്പ്യന്മാരായപ്പോൾ അതിന് പിന്നിൽ നിർണായക പങ്കുവഹിച്ചത് കൊട്ടിയാൻ്റെ കൈകളാണ്. ക്വാർട്ടറിൽ സെഞ്ചുറിയും സെമിയിൽ പുറത്താകാതെ 89 റൺസ് നേടിയ കൊട്ടിയാൻ്റെ പ്രകടനം മുംബൈക്ക് മുതൽക്കൂട്ടായി. വിദർഭയ്ക്കെതിരായ ഫൈനലിൽ ആദ്യ ഇന്നിങ്സിൽ 7 റൺസിന് 3 വിക്കറ്റും രണ്ടാം ഇന്നിങ്സിൽ 95 റൺസിന് 4 വിക്കറ്റും വീഴ്ത്തി. പിന്നീട് ഇറാനി ട്രോഫിയിൽ ആദ്യ ഇന്നിങ്സിൽ 8-മനായി ഇറങ്ങിയ തനുഷ് 64 റൺസ് അടിച്ചിരുന്നു. രണ്ടാം ഇന്നിങ്സിൽ അപരാജിത സെഞ്ചുറിയുമായി ടീമിനെ ഇറാനി കപ്പ് നേടിക്കൊടുക്കുന്നതിലും തനുഷ് തൻ്റെതായ സംഭാവന ഉറപ്പാക്കി. ഓഫ് സ്പിന്നറായ തനുഷ് അശ്വിനെ പോലെ ബാറ്റിങ്ങിലും തിളങ്ങാൻ സാധിക്കുന്ന താരമാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 101 വിക്കറ്റുകളും 2 സെഞ്ചുറികളും 13 അർദ്ധ സെഞ്ചുറികളും 26 വയസ്സുകാരനായ ഈ താരം നേടിയിട്ടുണ്ട്. ഇറാനി കപ്പിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യക്ക് എതിരെ സെഞ്ചുറി നേടി തിളങ്ങാനും തനുഷിന് സാധിച്ചു. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ എക്ക് വേണ്ടി 10 വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തി. ഏതായാലും വിജയ് ഹസാരെ ടൂർണമെൻറ്റിൽ ഇപ്പോൾ ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്ന അദ്ദേഹം വൈകാതെ മെൽബണിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്.